മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് US-ഇറാൻ സംഘർഷം അഭൂതപൂർവമായ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ ഇറാൻ നടത്തിയ ഏറ്റവും ശക്തമായ സൈനിക നീക്കങ്ങളിലൊന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ രണ്ട് പ്രമുഖ രാജ്യങ്ങളായ കുവൈറ്റും ബഹ്റൈനും ഈ പുതിയ പ്രതികാര നടപടികളുടെ പ്രധാന യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നുവെന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാക്കുന്നു. ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ആധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം തങ്ങളുടെ സൈനിക ശക്തിയുടെ പരസ്യമായ പ്രകടനമായാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒരേ സമയമുണ്ടായ ഈ പ്രഹരം US പ്രതിരോധ വ്യൂഹത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സ്വന്തം മണ്ണിലും സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയും അടുത്തിടെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. തങ്ങളെ തൊട്ടാൽ ലക്കും ലഖാനുമില്ലാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ ടെഹ്റാൻ നൽകുന്നത്. US-ന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. കുവൈറ്റിലെ അതിപ്രധാനമായ രണ്ട് വ്യോമതാവളങ്ങളാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അലി അൽ സലൈം, അഹമ്മദ് അൽ ജാബർ എന്നീ എയർബേസുകൾക്ക് നേരെയാണ് ഇറാനിയൻ മിസൈലുകൾ പതിച്ചത്. പതിറ്റാണ്ടുകളായി മേഖലയിലെ US വ്യോമസേനയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നു ഇവ രണ്ടും. ഈ താവളങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളുടെ വ്യാപ്തി കുവൈറ്റിലെ ജനങ്ങളെയും ഭരണകൂടത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. വർഷങ്ങളായി അമേരിക്കൻ പോർ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും പ്രധാന താവളമായി പ്രവർത്തിക്കുന്ന ഇടമാണ് അലി അൽ സലൈം എയർബേസ്. ഇറാന്റെ മിസൈൽ വ്യൂഹം ഈ താവളത്തിന്റെ റൺവേകളെയും വിമാനപ്പുറകളെയും ലക്ഷ്യമിട്ടതായാണ് സൂചനകൾ. കുവൈറ്റിന്റെ ആകാശത്തേക്ക് ഇരച്ചു കയറിയ ഇറാനിയൻ ആയുധങ്ങൾ ഈ താവളത്തിന്റെ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് പതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഒന്നാണ് അഹമ്മദ് അൽ ജാബർ വ്യോമതാവളം. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന US സൈനിക വിഭാഗങ്ങൾക്കും യുദ്ധസാമഗ്രികൾക്കും നേരെയാണ് രണ്ടാമത്തെ ശക്തമായ ആക്രമണമുണ്ടായത്. കുവൈറ്റിന്റെ ഹൃദയഭാഗത്തുള്ള ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ പ്രഹരം രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടുത്ത ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മറുവശത്ത് ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളത്തിന് നേരെയാണ് മറ്റൊരു വലിയ ആക്രമണം ഉണ്ടായത്. US-ന്റെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിരിക്കുന്ന താവളമാണിത്. ഇവിടേക്ക് പതിച്ച മിസൈലുകൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ മിഡിൽ ഈസ്റ്റിൽ US-ന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തങ്ങൾ തകർത്തതായും ഇറാൻ അവകാശപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് US വിശേഷിപ്പിക്കുന്ന പേട്രിയറ്റ് ബാറ്ററികൾക്ക് ഇറാന്റെ ഡ്രോൺ മിസൈൽ കൂട്ടയാക്രമണത്തെ തടയാനായില്ല എന്നത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ്. ബഹ്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഗൾഫ് മേഖലയിലെയും അറബിക്കടലിലെയും US നാവിക നീക്കങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഈ 5ാം ഫ്ലീറ്റാണ്. ഇതിന്റെ ആശയവിനിമയ കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ US നാവികസേനയുടെ ഏകോപനം താൽക്കാലികമായെങ്കിലും തടസ്സപ്പെടുത്താൻ കഴിഞ്ഞതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇറാഖിന്റെ വടക്കൻ മേഖലയിലുള്ള ഹരീർ വ്യോമതാവളത്തിന് നേരെയും ഇതേ സമയത്ത് ആക്രമണമുണ്ടായി. കുർദിസ്ഥാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം US-ന്റെ റീജിയണൽ ഓപ്പറേഷനുകൾക്ക് ഏറെ നിർണായകമായ ഒന്നാണ്. ഇറാഖിലെ താവളം കൂടി ആക്രമിച്ചതിലൂടെ തങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ഒരേ സമയം പൂട്ടാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് വ്യക്തമാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സൈനിക നീക്കത്തെ വലിയ വിജയമായാണ് ആഘോഷിക്കുന്നത്. അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിച്ചുവെന്നും തങ്ങളുടെ മിസൈലുകൾക്ക് മുന്നിൽ US പ്രതിരോധ കവചങ്ങൾ വെറും കാഴ്ച വസ്തുക്കളായി മാത്രമായി മാറിയെന്നും അവർ വാദിക്കുന്നു. തങ്ങളെ അടിച്ചാൽ തിരിച്ചടി എവിടെ വരെ എത്തുമെന്ന് കാണിച്ചു കൊടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടെഹ്റാൻ. അമേരിക്കൻ സൈന്യം തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ മുൻകാല ആക്രമണങ്ങളുടെ സ്വാഭാവികമായ അനന്തരഫലമാണ് ഇതെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. തങ്ങളുടെ കമാൻഡർമാരെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടവർക്കുള്ള കൃത്യമായ ശിക്ഷയാണ് ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ നീക്കത്തിലൂടെ മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് വലിയൊരു സന്ദേശം നൽകാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണം കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
തങ്ങളുടെ മണ്ണിൽ വിദേശ ശക്തികൾ നടത്തുന്ന ഈ നിഴൽ യുദ്ധം ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ആഭ്യന്തര സുരക്ഷയെയും ദോഷകരമായി ബാധിക്കും. യുഎസിന് സൈനിക താവളങ്ങൾ അനുവദിച്ചതിന്റെ പേരിൽ തങ്ങൾ ഇരകളാക്കപ്പെടുന്നു എന്ന വികാരം ഈ രാജ്യങ്ങളിൽ ശക്തമാകാൻ ഇത് കാരണമാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത പ്രഹരവും അതോടൊപ്പം പുതിയൊരു യുദ്ധത്തിനുള്ള പ്രകോപനവുമാണ്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന വാസ്തവം അംഗീകരിക്കാൻ വാഷിംഗ്ടണിന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടിക്ക് അമേരിക്ക മുതിരുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. മേഖലയിലെ എണ്ണ വ്യാപാര പാതകളെയും ഈ സംഘർഷം നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫിലെ സുരക്ഷ അപകടത്തിലാകുന്നത് ആഗോള വിപണിയിലെ എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമാകും. ലോകത്തെമ്പാടുമുള്ള വിപണികൾ ഈ സൈനിക നീക്കത്തെ കടുത്ത ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാന്റെ ഈ മിസൈൽ പരീക്ഷണങ്ങൾ വെറുമൊരു പ്രകോപനമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സൈനിക ശക്തി വ്യാപിപ്പിക്കാനും ശത്രുക്കളെ പ്രതിരോധത്തിലാക്കാനും തങ്ങൾക്ക് കൃത്യമായ പ്ലാനുകളുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആഗോള പ്രതിസന്ധിയായി മാറും. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള സംഘടനകൾ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കണമെന്ന സമ്മർദ്ദം ഏറുകയാണ്. എന്നാൽ ചർച്ചകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ ഉള്ള സാധ്യതകൾ നിലവിൽ വളരെ കുറവാണ്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ കടുത്ത വാശിയിലാണ്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സൈന്യത്തെ അതീവ ജാഗ്രതയിലാണ് നിർത്തിയിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന് നേരെയുണ്ടായ സൈനിക നീക്കം കടലിലെ സുരക്ഷയെയും ബാധിക്കും. കപ്പൽ ഗതാഗതത്തിന് പേരുകേട്ട ഈ മേഖലയിൽ സൈനിക കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പുതിയൊരു നാവിക യുദ്ധത്തിന് വഴിതെളിച്ചേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടന്നാക്രമണം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ യുഎസ് അനുകൂല രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. യുഎസ് പേട്രിയറ്റ് സിസ്റ്റം തകർത്തുവെന്ന ഇറാന്റെ അവകാശവാദം സൈനിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പ്രതിരോധ കവചത്തിന് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നതിനെ കുറിച്ച് യുഎസ് സൈനിക വിദഗ്ധർ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ഇറാഖിലെ ഹരീർ വ്യോമതാവളം ആക്രമിക്കപ്പെട്ടത് ഇറാഖ് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തങ്ങളുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഇറാഖ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇറാനും അമേരിക്കയും ഇറാഖിന്റെ പരമാധികാരത്തെ മാനിക്കാതെ എവിടെയും ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ പ്രവാസികളും കടുത്ത ആശങ്കയിലാണ്. കുവൈറ്റിലും ബഹ്റൈനിലും ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. യുദ്ധസമാനമായ അന്തരീക്ഷം ഇവരുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ നീക്കം വെറുമൊരു തുടക്കം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിലും വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിനെ ഒന്നാക്കി വിഴുങ്ങുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഡിജിറ്റൽ യുദ്ധമുറകളും ഈ സംഘർഷത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങളും ഇരുപക്ഷവും നടത്തുന്നുണ്ടാകാം. യുഎസ് നാവികസേനയുടെ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തിയത് സൈബർ സാങ്കേതിക വിദ്യയുടെ കൂടി സഹായത്തോടെയാണോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. വരും മണിക്കൂറുകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റും സൈനിക തലവന്മാരും അടിയന്തര യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായേക്കും. കുവൈറ്റിലെയും ബഹ്റൈനിലെയും യുഎസ് താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഈ ആഞ്ഞടി മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലിരുത്തിയിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലും സൈനിക ചരിത്രത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നായി ഈ മിസൈൽ ആക്രമണം മാറിയിരിക്കുന്നു. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് യുദ്ധത്തിന്റെ കാഹളം മാത്രമാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ നിന്ന് കേൾക്കുന്നത്.